വെൽക്കം ടു സ്റ്റഡി നിഫ്റ്റി മലയാളം. സോ നമ്മൾ ഇന്ന് ഷെയർ മാർക്കറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഷെയർ മാർക്കറ്റ് എന്നാൽ എന്ത്, സ്റ്റോക്ക് മാർക്കറ്റ് ഫോർ ബിഗിനേഴ്സ് കോഴ്സായിട്ട് തന്നെയാണ്. കോഴ്സ് ഡിഫറെൻറ്റ് പ്ലേലിസ്റ്റിൽ നമ്മൾ ഡിഫറെൻറ്റ് വീഡിയോസ് ആയിട്ട് കുഞ്ഞു വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൻ്റെ ഫ്രം ദ ബിഗിനിങ് ഓൺവേർഡ്സ് നമ്മളിവിടെ പഠിക്കാൻ പോവാണ്. അപ്പോൾ അതിന് ബിഗിനേഴ്സിന് വേണ്ടുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു ക്ലാസ് നിങ്ങളിത് ഈ ഒരു വീഡിയോ സ്റ്റാർട്ടിങ് ഓൺവേർഡ്സ് നിങ്ങൾ കണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഷെയർ മാർക്കറ്റിൽ ഒരു ഇൻഫോംഡ് ഡിസിഷൻ മേക്കറായിട്ട് ട്രേഡർ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് വരാൻ സാധിക്കാനുള്ള പരമാവധി ശ്രമം എൻ്റെ ഭാഗത്ത് നിന്നും പരമാവധി ഇൻഫർമേഷൻസ് അതൊരു എഡ്യൂക്കേഷണൽ കണ്ടന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സോ ഇനീഷ്യലി നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്നാൽ എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. സോ സ്റ്റോക്ക് മാർക്കറ്റിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്, ആരൊക്കെയാണ് അതിൻ്റെ പാർട്ടിസിപ്പൻസ്, എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ഇത്തരം ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയും, ഷെയർസ്, ഈക്വിറ്റീസ്, മ്യൂച്വൽ ഫണ്ട്സ്, ഡിമാറ്റ് വഴി നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, നമ്മൾക്ക് ETF എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് ട്രേഡ് ചെയ്യാം, സ്റ്റോക്സ് ട്രേഡ് ചെയ്യാം, കമോഡിറ്റീസ് ട്രേഡ് ചെയ്യാം, ഇത്തരത്തിൽ നിരവധി പ്രോഡക്റ്റുകൾ നമുക്ക് ട്രേഡ് ചെയ്യാം. പിന്നെ ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ട്രേഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഡിഫിക്കൽട്ടീസ് ഒക്കെ ഒരു പരിധി വരെ ഓവർകം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി നല്ലോണം പഠിച്ചിരിക്കണം, അത് നിർബന്ധമാണ്. അത് പഠിക്കാണ്ട് അല്ലാണ്ട് വരുന്ന 2-3 കാറ്റഗറീസിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഗ്രീഡ്. ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ ആരെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻസ്പിറേഷൻ വഴി നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നവരുണ്ടാവാം. അവർ നിങ്ങൾ ഇനീഷ്യലി നിങ്ങൾ എന്തെങ്കിലും റിസ്ക് എലമെന്റ്സ് ഉണ്ട്, റിസ്ക് കുറഞ്ഞ എലമെന്റ്സ് ഉണ്ട്. ഇത്തരം ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്, അതിൽ നിങ്ങൾ റിസ്ക് കൂടിയ ഇൻസ്ട്രുമെന്റ്സിൽ നിങ്ങൾ ട്രേഡ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുന്ന സാഹചര്യം ഉണ്ടാവാം അല്ലേ? അപ്പൊ അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ നിങ്ങൾ അത് എന്താണ് ചെയ്യുന്നത്, അത് എന്തുകൊണ്ട് പ്രോഫിറ്റിലേക്ക് വന്നു, അത് എന്തുകൊണ്ട് നമ്മൾ ആ ഒരു പ്രോഫിറ്റിലേക്ക് എത്താൻ കാരണം എന്താണ്, തിരിച്ച് നേരെ വിപരീതമായിട്ട് ചിന്തിച്ചാലോ, എന്തുകൊണ്ട് ലോസിലേക്ക് പോയി, ആ ലോസിന്റെ വ്യാപ്തി, ചെറിയ ക്യാപിറ്റലിൽ വലിയ പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാക്കി, ചെറിയ ക്യാപിറ്റൽ ഒറ്റയടിക്ക് എങ്ങനെ ലോസിലേക്ക് പോയി, ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് ബേസിക്സ്, ഫണ്ടമെന്റൽസ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ പഠിക്കണം. സോ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ തുടങ്ങാൻ പോകുന്നത് എന്താണ് സ്റ്റോക്ക് എന്നത്. എന്താണ് സ്റ്റോക്ക്, നിങ്ങൾ തന്നെ പറയൂ. ഒരുപാട് പേർക്ക് സ്റ്റോക്ക് എന്താണ്, ഷെയർ എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റ് എന്നും പറയുന്നു, ഷെയർ മാർക്കറ്റ് എന്നും പറയുന്നു. അപ്പൊ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഒരു സ്റ്റോക്ക്, എന്താണ് ഒരു ഷെയർ? നോട്ട് ചെയ്തോളൂ, അല്ലെങ്കിൽ പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ കമന്റ് ചെയ്തോളൂ. ഓക്കെ, സോ ഞാൻ എൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. വാട്ട് ഈസ് എ സ്റ്റോക്ക്? നിങ്ങൾ ഒരു ക്യാമറ, ഇപ്പോൾ ഒരു ക്യാമറ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു വെച്ചോളൂ. ഒരു യൂട്യൂബ് നടത്താൻ വേണ്ടിയിട്ട് ഒരു ക്യാമറ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ചേർന്നിട്ടാണ് ഒരു ക്യാമറ വാങ്ങി, നിങ്ങൾ ഒരു 5 പേര് ചേർന്നിട്ട് ഒരു ക്യാമറ വാങ്ങാൻ തീരുമാനിച്ചു. ഇമാജിൻ ദാറ്റ് വൺ. അപ്പോൾ ക്യാമറ എന്ന് പറയുന്നതിന്റെ വില 50,000 രൂപ. ക്യാമറയുടെ വില എത്രയാ? 50,000 രൂപ. നമ്മൾ എന്താ വാങ്ങാൻ പോകുന്നത്? ക്യാമറ വാങ്ങാൻ പോകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട്. യൂട്യൂബിൽ നിങ്ങളൊരു പുതിയ ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ക്യാമറ 50,000 റുപ്പീസ് കോസ്റ്റ്. നിങ്ങൾ അതിൽ എത്ര പേരുണ്ട്? 5 പേരുണ്ട്. 1, 2, 3, 4, 5 പേര്. അപ്പൊ ഈ 5 പേരും കൂടി ചേർന്ന് 50,000 രൂപ വരുന്ന ക്യാമറയ്ക്ക് നമ്മൾ എത്ര പേരാ വാങ്ങാനുള്ളത്? 5 പേര് അല്ലേ? അപ്പോ അങ്ങനെയാണെങ്കിൽ 50,000നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ എത്ര വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണം? 10,000, റൈറ്റ്? അപ്പൊ 10,000 വെച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു. നിങ്ങൾ ടോട്ടൽ കളക്ട് ചെയ്ത എമൗണ്ട് എത്രയാണ്? 50,000. അത് ആർക്ക് കൊടുക്കുന്നു? ക്യാമറ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാമറയ്ക്ക് കൊടുക്കുന്നു. അപ്പൊ സ്റ്റോക്ക് എന്നിവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ക്യാമറ ഈസ് ഈക്വൽ ടു സ്റ്റോക്ക്. മൊത്തം ക്യാമറയെ നമ്മൾ സ്റ്റോക്കായിട്ട് കൺസിഡർ ചെയ്യുക. നിങ്ങൾ 5 പേരും കൂടി ചേർന്ന് നിക്ഷേപിച്ച ആ ഒരു സ്റ്റോക്കിന്റെ പുറത്ത് നിങ്ങൾ നിക്ഷേപിച്ച തുക ഓരോരുത്തരായിട്ട് ഇൻഡിവിജ്വലായിട്ട് എത്ര വെച്ച് ചെയ്തു? 10,000, 10,000, 10,000, 10,000, 10,000. അങ്ങനെ എത്രയാ? മൊത്തത്തില് 5 പേരും കൂടി ചേർന്ന് 50,000 ഇൻവെസ്റ്റ് ചെയ്തു. 10,000 വെച്ചിട്ട് ഓരോരോ ക്യാമറ, നിങ്ങൾ 5 പേരും ഓണേഴ്സ് അല്ലേ? ആ 50,000 എന്ന് പറയുന്ന ഒറ്റ സ്റ്റോക്കിന്റെ
ഇപ്പൊ അവകാശികൾ എത്ര പേരായി? 5 അവകാശികളായി അല്ലേ? അപ്പോ സ്റ്റോക്ക് ഇവിടെ ആരാണ്? ക്യാമറ എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് ആണെങ്കിൽ ഇപ്പൊ ഷെയർ എന്ന് പറയുന്നത് ആരാണ്? നിങ്ങൾ 5 പേരും കൂടി ചേർന്നിട്ട് ആ ഒരു സ്റ്റോക്കിനെ നിങ്ങൾ 5 ഓണർഷിപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. ആ ഡിവിഷനിൽ നിന്നും ഓരോരുത്തര് എത്ര രൂപ വെച്ച് മുടക്കിയോ അതിനെ എന്താ പറയുക? നിങ്ങളുടെ ഷെയർ എന്ന് പറയുന്നു. 5 പേരും കൂടെ ചേർന്നപ്പോൾ ഒരു സ്റ്റോക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഒരു വലിയ എൻറ്റൈറ്റിനെ അതിനെ പല കഷ്ണങ്ങളായിട്ട് തിരിച്ച് അതിൽ നിന്നും ഒരു കഷ്ണം നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളും ആ ഒരു സ്റ്റോക്കിന്റെ ഷെയർ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഓണർഷിപ്പിലേക്ക് നിങ്ങളൊരു ഓണർഷിപ്പിന്റെ ഭാഗമായിട്ട് മാറുന്നു. ഇതേ രീതിയിൽ കമ്പനീസ് വൈസ് നമുക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെയാണ്? സ്റ്റോക്ക് മാർക്കറ്റ് എന്തിനാണ് ഉണ്ടാക്കിയത്? സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് ഫോർ കമ്പനീസ്. ആരാണ്? നമ്മുടെ വലിയ വലിയ കമ്പനീസ്. വലുതല്ല, നിങ്ങളിപ്പോ ആദ്യം ചെറിയ രീതിയിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മുടെ നാട്ടിലെ ഇപ്പോ എക്സാമ്പിൾ കിറ്റെക്സ് എടുത്തോളൂ. ഇതൊരു എക്സാമ്പിൾ ആണ്, ഇതൊരു റെക്കമെൻഡേഷൻ ആയിട്ട് ആരും കണക്കാക്കരുത്. സ്റ്റഡി പർപ്പസിലേക്ക് വേണ്ടി മാത്രം ഞാൻ പറയുന്ന കാര്യമാണ്. ബിക്കോസ് നമുക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ, നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു സ്ഥാപനത്തെ വെച്ച് നമ്മളൊരു എക്സാമ്പിൾ പറയാം. അല്ലെങ്കിൽ നമ്മൾ കല്യാൺ ജ്വല്ലേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ MRF എടുക്കാം. ഇങ്ങനെ ഏതെങ്കിലും നമുക്ക് അറിയുന്ന പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു കമ്പനിയുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഇത് കൺസിഡർ ചെയ്യാം. അപ്പൊ ഞാനിവിടെ നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ്, കേരളത്തിൽ അറിയപ്പെടുന്ന കമ്പനിയാണ് കിറ്റെക്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കിറ്റെക്സ് എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനമാണ്. ഇപ്പൊ അത് ഷെയർ മാർക്കറ്റിൽ ഷെയർസ് വാങ്ങാനും വിൽക്കാനും സാധ്യമാകുന്ന ഒരു കമ്പനിയും കൂടിയാണ്. അപ്പൊ ഈ ഒരു കമ്പനി എങ്ങനെ ഷെയർ മാർക്കറ്റിലേക്ക് വന്നു എന്നുള്ള നമുക്ക് ഒരു അവലോകനം നടത്തി നോക്കാം. എങ്ങനെയായിരിക്കും? സോ ലെറ്റ്സ് ബിഗിൻ ദാറ്റ് വൺ. കിറ്റെക്സിന്റെ ഇപ്പോഴത്തെ ഓണർ അല്ലെങ്കിൽ പ്രൊമോട്ടർ, ഓണർ എന്ന് പറയാൻ പറ്റില്ല, പ്രൊമോട്ടർ. നിങ്ങളൊരു ഷെയർ ഹോൾഡർ ആണെങ്കിൽ നിങ്ങളൊരു ഓണറാണ്, അത് വേറെ കേസ്. അപ്പൊ കിറ്റെക്സിന്റെ ആദ്യ കാലങ്ങളിൽ എന്തായിരിക്കും? അവർ ചെറിയ രീതിയിൽ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ. വളരെ ചെറിയ രീതിയിൽ ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് സ്ഥാപനമായിട്ടോ അല്ലെങ്കിൽ 1-2 പേര് ചേർന്നിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനമായിട്ടോ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. ഏതെങ്കിലും ഒരു പീരിയഡ് ബാക്ക്, ലോങ് ഇയേഴ്സ് ബാക്ക് തുടങ്ങിയിട്ടുണ്ടാവാം. അത് വളർന്ന് അവരുടെ ചെറിയ ബിസിനസ്സിൽ നിന്ന് അവർ വലിയ ബിസിനസ്സിലേക്ക് കാൽവെച്ചു. ആ ബിസിനസ് എക്സ്പാൻഡ് ആയി. അങ്ങനെ എക്സ്പാൻഡ് ആയി വരുന്ന സമയത്ത് അവർക്ക് എന്ത് വേണം? ഫർദർ ഏത് തൊഴിലാണെങ്കിലും നമുക്കത് വർദ്ധിപ്പിച്ച് വരാനാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വരുന്ന ലാഭം മാത്രം വെച്ചിട്ട് നമുക്കൊരു ബിസിനസ്സിനെ വളർത്തിയെടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നമുക്ക് എന്ത് വേണം? ബിസിനസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വലുതാക്കണം, സർവീസ് മേഖല വലുതാക്കണം, പ്രൊഡക്ഷൻ കൂട്ടണം, അല്ലെങ്കിൽ സർവീസ് ആണെങ്കിൽ സർവീസ് കൂട്ടണം. സോ അതിന് ഇൻഫ്രാസ്ട്രക്ചർ വേണം. പ്രൊഡക്ഷൻ കൂട്ടുകയാണെങ്കിൽ മെഷീനറീസ് കൂടുതൽ വേണം, വലിയ വലിയ മെഷീനറീസ് വേണം, വലിയ ബൾക്ക് പ്രൊഡക്ഷനിലേക്ക് പോകേണ്ടി വരും. അപ്പൊ ഇത്തരം പ്രൊഡക്ഷൻ, ഇത്രയും ഡെവലപ്മെന്റ്, അത്രയും മാർക്കറ്റിംഗ്, അത്രയും ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെ വലിയ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് പോകാൻ വലിയ മുതൽ മുടക്ക് നമുക്ക് ആവശ്യമാണ്. അപ്പൊ വലിയ മുതൽ മുടക്ക് ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടൊരു ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്യുന്ന ഒരു ബിസിനസ് തന്നെ ആയിക്കോട്ടെ, അത്തരത്തിലുള്ള ഒരു ബിസിനസ്സിന് എന്താ പറയുക, പെട്ടെന്നൊരു വലിയ രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഓവർ എ പീരീഡിൽ കൊണ്ട് വലിയ സ്ഥാപനമായിട്ട് മാറണമെങ്കിൽ നല്ല ക്യാപിറ്റൽ വേണം. അതിനെന്ത് ചെയ്യണം? അവര് ഒന്നുകിൽ ബാങ്കിനെ സമീപിക്കണം അല്ലെ. ലീഗൽ മാർഗം എന്ന് പറയുന്നത് എന്താണ്? ബാങ്കിനെ സമീപിക്കുക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പരിചയക്കാരെ നമുക്ക് വീണ്ടും പാർട്ട്നേഴ്സിനെ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം, കമ്പനിയുടെ പാർട്ട്നേഴ്സിനെ ആയിട്ട് ആഡ് ചെയ്യാം. പക്ഷെ അതൊക്കെ ഒരു പേഴ്സണൽ ഇന്ററാക്ഷൻസ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഈ പാർട്ട്നേഴ്സ്, നമ്മൾ സ്വതന്ത്രമായിട്ട് ഒരു കമ്പനി നടത്തിക്കൊണ്ടു പോകുന്നത് അദ്ദേഹം ഒരു 5-10 കൊല്ലം കൊണ്ട് കഷ്ടപ്പെട്ട് അവരുടെ ഇപ്പോൾ ഒരു സ്ഥാപനം അവരുടെ വളരെ വിശ്വസ്തരായിട്ടുള്ളവരുമായിട്ട് റൺ ചെയ്ത് കൊണ്ടുപോകുന്നു. പക്ഷെ ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്ന കണ്ടീഷൻ വരുന്നപ്പോൾ ഒരു പാർട്ട്ണറിനെ പുറത്തുനിന്ന് എടുക്കേണ്ട സാഹചര്യം വന്നു എന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ പാർട്ട്ണർ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആൻസറബിൾ ടു പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു സാഹചര്യം വരും. അവിടെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. എന്താണ്? പാർട്ട്ണർ പറയുന്ന പോലെ ചില കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ടി വരും. പാർട്ട്ണർ പറയുന്ന പോലെ ചില ആൾക്കാരെ നമ്മൾ ജോലിക്ക് എടുക്കേണ്ടി വരും. ചില മാനേജീരിയൽ പോസ്റ്റുകൾ, ചില കീ പോസ്റ്റ്, ഇങ്ങനെയൊക്കെ ഒരുപാട് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ ഉണ്ടാവാം. അതൊരു സൈഡ്. ഇനി ലോൺ സൈഡിലേക്ക് പോവാണെങ്കിലോ, അവന് 1000 കൊളാറ്ററൽ വേണം. നമ്മൾ 5 കോടി രൂപ ലോണിലേക്ക് പോയി കഴിഞ്ഞാൽ 50 കോടി രൂപയുടെ വസ്തു ഉണ്ടെങ്കിൽ ഞാൻ 5 കോടി രൂപയുടെ ലോൺ തരാമെന്ന് പറയും. ഇതൊക്കെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇത്തരം ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടെന്നുള്ളത് കൊണ്ട് വലിയ വലിയ സ്ഥാപനമായിട്ട് വളർന്ന് പന്തലിച്ചു വരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ്
ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതാണ് എന്താ പറയുക, ഷെയർ മാർക്കറ്റിൽ സ്റ്റോക്സിനെ ലിസ്റ്റ് ചെയ്തിട്ട് പബ്ലിക്കിന്, അത് എന്താ പറയുക, വലിയ രീതിയിൽ ഇപ്പൊ പബ്ലിക്കിന് ഒരു കമ്പനീനെ മൊത്തത്തിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യുക, ഒരു കമ്പനിയെ എന്താ പറയുക, ചെറിയ ചെറിയ കുഞ്ഞു ഷെയർസ് ആയിട്ട്, കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതിനെ ഓരോരോ ഷെയർ എന്നുള്ള രീതിയിലാക്കിയിട്ട് അത് ചെറിയ തുക കൊടുത്ത് നമുക്ക് അതിൻ്റെ ഒരു വിഹിതം നമുക്ക് പബ്ലിക്കിലേക്ക് വാങ്ങാം. അപ്പൊ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്താൽ ഇനിയൊരു ഗുണം എന്താണ്, നമ്മൾ ഈ പ്രീവിയസ് പറഞ്ഞ 2 കാറ്റഗറി ഉണ്ട്. ഒന്ന്, ഒരു കമ്പനി ഒരു പാർട്ട്ണറെ കൂടെ ചേർക്കുമ്പോൾ അയാൾ ബൾക്ക് എമൗണ്ട് തരുന്നു, അയാളുടെ ഈ പറയുന്ന പ്രോബ്ലംസ് അയാൾക്ക് തീർച്ചയായിട്ടും ലാഭവിഹിതം കൊടുക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നഷ്ടം എന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നഷ്ടം തന്നെയാണ്, അതും സഹിക്കേണ്ടി വരും. ഓക്കെ. പക്ഷെ ബാങ്ക് ലോൺ എടുത്താലോ, ബാങ്കുകാരെ സംബന്ധിച്ചിടത്തോളം കമ്പനി ലാഭത്തിലാണെങ്കിലും നഷ്ടത്തിലാണെങ്കിലും അവർക്ക് അവരുടെ പലിശ കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ മുതലും പലിശയും തിരിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അവർ ജപ്തി ചെയ്തുകൊണ്ട് പോകും. അങ്ങനെ പല പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. എന്തെങ്കിലും ഒരു പീരീഡ് ബിസിനസ് നമുക്കറിയാം, ഒരു ഏറ്റ ഇറക്കിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അല്ലെ. ഒരിക്കലും ഒരു സ്റ്റഡി ആയിട്ട് 100% ഓരോ പീരീഡിലും ബിസിനസ് പ്രോഫിറ്റ് മാത്രം ഉണ്ടാക്കാവുന്ന സംഭവമല്ല. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു തവണയോ EMI അല്ലെങ്കിൽ ലോൺ തിരിച്ചടവിന്റെ എന്തെങ്കിലും ഒരു മുടക്കം വന്നു കഴിഞ്ഞാലോ എന്ത് സംഭവിക്കും, ബാങ്കുകാർ പ്രശ്നം ഉണ്ടാക്കും. സോ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ മാർക്കറ്റിൽ കമ്പനീനെ ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു അനുവാദം കൊടുക്കും. ചുമ്മാ എല്ലാവർക്കും പോയി ഉടനെ ഷെയർ മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമുക്ക് വഴിയെ പഠിക്കാം. ആരൊക്കെയാണ് ഇതിന്റെ ഓരോരോ ഘട്ടത്തിലും നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഒരു കമ്പനി ഷെയർ മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം, അവർക്ക് എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യേണ്ടുന്നത്, ആരൊക്കെയാണ് അതിന്റെ അതോറിറ്റീസ് ആരൊക്കെയാണ്, അവരെന്തൊക്കെ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യും, ഏത് രീതിയിലാണ് അതൊക്കെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ പഠിക്കാം. നിങ്ങളുടെ അപ്രോക്സിമേറ്റ് ഒരു ഐഡിയ എന്ത് ചെയ്യുന്നു, ഷെയർ മാർക്കറ്റിൽ അവർക്ക് ലിസ്റ്റ് ചെയ്യാം. ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ എന്താ ഒരു ഗുണം എന്ന് പറയുന്നത്, ഷെയർസ് ഇപ്പൊ 100 രൂപ വിലയുള്ള ഒരു ഷെയർ, അപ്പൊ കമ്പനി സമാഹരിക്കുന്നത്, ഇപ്പൊ ഒരു കമ്പനിക്ക് 1000 ഷെയർസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അവർക്ക് 1 ലക്ഷം രൂപ സമ്പാദിക്കണം, അതായത് 1 കോടി രൂപ അവർക്ക് സമ്പാദിക്കുന്നു. ഇമാജിൻ ചെയ്യും, റേസ് ചെയ്യണം. 1 കോടി രൂപ അവർ സമ്പാദിക്കലല്ല, 1 കോടി രൂപ കടമായിട്ട്, അല്ലെങ്കിൽ കടം എന്ന് പറയുന്ന പറ്റില്ല, അവർക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യണം. അതാണ് അതിന്റെ ശരിയായ വേർഡ്, ക്യാപിറ്റൽ റേസ് ചെയ്യണം. എങ്ങനെ റേസ് ചെയ്യും? സോ അവിടെയാണ് നമുക്ക് എന്താ പറയുക, ഷെയർ മാർക്കറ്റിന്റെ ഒരു പ്രത്യേകത. അപ്പം 1 crore ആണ് അവരുടെ ക്യാപിറ്റൽ അവർക്ക് നേടിയെടുക്കേണ്ടത് 1 കോടി രൂപ. ലോൺ എടുക്കാൻ അവർക്ക് താല്പര്യമില്ല, ലോൺ എടുക്കാൻ ബാധ്യത പ്രശ്നങ്ങൾ വരുത്തി വെക്കാൻ പകരം അവരുടെ സ്വന്തം കമ്പനിയെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് അതിന്റെ ഓണർഷിപ്പ് വിഹിതമാണ് ഷെയർ മാർക്കറ്റിലൂടെ ആർക്ക് കൊടുക്കുന്നത്, പബ്ലിക്കിലേക്ക് ലിസ്റ്റ് ചെയ്യുന്നത്. 1 കോടി രൂപ ഒരാളുടെ കയ്യിൽ നിന്നോ 2 ആളുടെ കയ്യിൽ നിന്നോ അല്ല മേടിക്കുന്നത്, പകരം അത് നൂറ്റുകണക്കായ ആളുകളിൽ നിന്നും സ്പ്ലിറ്റ് ചെയ്ത് ഷെയർസ് ആയിട്ട് ഓരോരോ ചെറിയ ചെറിയ വിഹിതമായിട്ട്, ചിലപ്പോൾ 100 രൂപയുടെയോ അല്ലെങ്കിൽ 50 രൂപയുടെയോ ഒക്കെ ഒരു ഷെയർ ആയിട്ട് കമ്പനിയെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഷെയർ മാർക്കറ്റിൽ വിൽക്കുമ്പോൾ ആര് വാങ്ങുന്നു, അത് ഷെയർ മാർക്കറ്റിൽ നമ്മളെ പോലുള്ള പാർട്ടിസിപ്പൻസ്. അവരെന്തിന്റെ ബേസിസിൽ വാങ്ങുന്നു, കമ്പനി ഏത് കമ്പനിയാണ്, ആ കമ്പനി ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നു, അത് നല്ല കമ്പനിയാണോ, അവരുടെ വരുമാനം എങ്ങനെയുണ്ട്, അവർ നടത്തിപ്പുകാരാരാണ്, അവർ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണോ, അവർ എത്രത്തോളം എന്താ പറയുക മാനേജ്മെന്റ് കേപ്പബിലിറ്റി ഉള്ളവരാണ്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണോ, ഇതൊക്കെ നമ്മൾ മൈക്രോ അനാലിസിസ് നടത്തും. അതിനുശേഷം ആ കമ്പനിയുടെ പ്രോഡക്റ്റ് എന്താണ്, സർവീസ് എന്താണ്, അവര് ഏത് സെക്ടറിൽ വർക്ക് ചെയ്യുന്നു, അത് വളരെ ഗ്രോത്ത് ഇനി ഫ്യൂച്ചറിൽ നമ്മൾ ഈ മുടക്കുന്ന കാശ്, ഓരോരുത്തരും മുടക്കുന്ന കാശ് കൊണ്ട് അവർ സമാഹരിക്കുന്ന ക്യാപിറ്റൽ ഉപയോഗിച്ച് അവർ കൃത്യമായിട്ടും അതിനെ വിനിയോഗിക്കുമോ, അവർക്ക് ഇപ്പോൾ ആ ക്യാപിറ്റൽ എന്തിനാണ് അവർക്ക് ആ ക്യാപിറ്റൽ ആവശ്യം, ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ച് ഈ സമാഹരിച്ച ക്യാപിറ്റൽ ഉപയോഗിച്ച് അവര് 1 കോടിയെ 10 കോടി ആക്കുമോ, അല്ലെങ്കിൽ 10ന് 100 ആക്കുമോ, അതിനുള്ള സാധ്യത അവർക്ക് ഉണ്ടോ എന്നുള്ള വിഷയങ്ങളൊക്കെ അനാലിസിസ് നടത്തിയിട്ടായിരിക്കും ഒരു യഥാർത്ഥ ഇൻവെസ്റ്റർ ആ കമ്പനി ഓഫർ ചെയ്യുന്ന ഒരു ഷെയറിന്റെ വില 100 രൂപയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ വാങ്ങുന്നവൻ, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഷെയർ മാർക്കറ്റിൽ നിന്നും ആ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങുന്ന ഒരു വ്യക്തിക്ക് ഒരു അടിസ്ഥാനമായിട്ടുള്ള എല്ലാവരും ഇതുപോലെ ചെയ്യും എന്നല്ല ഞാൻ പറഞ്ഞത്, ചെയ്യണം എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ പഠിക്കുക എന്നുള്ളതിന്റെ തുടക്കം കുറിക്കാനാണ് നമ്മൾ ഇങ്ങനൊരു ഇത് വന്നേക്കുന്നത്. പക്ഷെ ശരിക്കുള്ള ഒരു ഇൻവെസ്റ്റർ എന്ത് ചെയ്യും, ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കും.
പഠിച്ചതിന് ശേഷം മാത്രമേ ആ ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ അവർ നിക്ഷേപം അവർ നടത്താൻ ശ്രമം ആരംഭിക്കത്തുള്ളൂ. അതിന് വേണ്ടുന്ന ഒരു പ്രയത്നമാണ് ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തി നോക്കും. ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് തന്നെ 2 ടൈപ്പ് ഓഫ് അനാലിസിസ് ഉണ്ട്. ഒന്ന് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, ഇനിയൊന്ന് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയും. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അപ്പൊ ഇത്തരം ഫാക്ടേഴ്സ് ഒക്കെ പഠിച്ചതിന് ശേഷം അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കമ്പനിയായ എമൗണ്ട് കളക്ട് ചെയ്യുന്നു. ഇനി കമ്പനിയുടെ ഒരു ബെനിഫിറ്റ് എന്താണെന്നറിയാമോ? ഷെയർ മാർക്കറ്റിലൂടെ അവർ സമാഹരിച്ച തുക ഒരു പക്ഷേ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ലോണായിട്ടല്ല അവർ കളക്ട് ചെയ്തത്, അവരുടെ സ്വന്തം ഓണർഷിപ്പ്. ഞാൻ ഒരു കമ്പനിയുടെ ഫുൾ ഓണർ ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഓണർഷിപ്പിനെ ഞാനൊരു 1000 ഭാഗിച്ചു, ഞാൻ ഡിവൈഡ് ചെയ്തു, 1000 പീസസ് ആക്കി. എന്നിട്ട് അതിൽ 500 പീസ് ഞാൻ തന്നെ കീപ്പ് ചെയ്തു. ബാലൻസ് 500 പീസ് ഞാൻ ഷെയർ മാർക്കറ്റിലൂടെ വിറ്റഴിച്ചു. അപ്പൊ ഇപ്പൊ ഞാനാണോ ഫുൾ ഓണർ? അല്ല, എൻ്റെ പേര് ഓണർ എന്ന് പറയുന്നതിന് പകരം പ്രൊമോട്ടർ എന്നായിട്ട് മാറും. ഓക്കെ, അപ്പൊ ഞാൻ വെറും പ്രൊമോട്ടറാണ്, പക്ഷെ എനിക്ക് അധികാരം കൂടുതലുണ്ടാവും. എന്താണ് അധികാരം? എന്നെ ആരും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. കാരണം 50% കൂടുതൽ, ഏതാണ്ട് 50-55% ഷെയർസ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഞാനാണ് അപ്പോൾ കൂടുതൽ. ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ ആരാണ്? കമ്പനിയുടെ ഏറ്റവും ഓണർഷിപ്പിന്റെ ഏറ്റവും വലിയ ഷെയർസ് ആരാണ് കൂടുതൽ കയ്യിൽ വെച്ചിരിക്കുന്നത്? പ്രൊമോട്ടറിന്റെ കയ്യിലാണെങ്കിൽ അദ്ദേഹത്തിന് തീരുമാനം എടുക്കാൻ ആരും ചോദ്യം ചെയ്യാൻ വരത്തില്ല. ആര് നിയമിക്കണം, എന്ത് നിയമിക്കണം, എവിടെ എന്ത് ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണം, കമ്പനി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന അതേ രീതിയിൽ തന്നെ അതിന് എക്സ്പാൻഷൻ പ്രോഗ്രാമിനും ആർക്ക് നല്ലവണ്ണം ബോധ്യമായിട്ട് ആരെയും ആൻസറബിൾ അല്ലാത്ത രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, ഷെയർ ഹോൾഡേഴ്സിനോട് മസ്റ്റായിട്ട് അവർ ആൻസറബിൾ ആണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു പ്രഷർ ഇല്ലാത്ത രീതിയിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു ബെനിഫിറ്റ് നമ്പർ 2, ഷെയർ മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചതായതുകൊണ്ട് മാസം തോറും അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണമെന്നോ അങ്ങനെയൊന്നും അവർക്ക് ഇല്ല. പ്രൊവൈഡഡ് അവര് വേറെ ലോൺ കടം വലുത് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അതിന് ഇൻട്രസ്റ്റ് ഉള്ളൂ. പക്ഷെ ഷെയർ മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ച പൈസയ്ക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണ്ട. പകരം നമ്മൾ എന്ത് കൊടുക്കണം? ലാഭം ഉണ്ടാക്കുന്നതിന്റെ വിഹിതം കൊടുക്കണം. അതിന് ഡിവിഡൻഡ് എന്ന് പറയും. അതിനോടൊപ്പം തന്നെ ലാഭം കമ്പനി ഉണ്ടാക്കും തോറും ഷെയറിന്റെ വില കൂടുമെന്ന് ഷെയർ മാർക്കറ്റിൽ ഈ ഷെയർസ് വാങ്ങുന്നവര് ഷെയർ മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത്? കമ്പനിയുടെ പ്രോഗ്രസ് അനുസരിച്ച് കമ്പനി നല്ല പ്രവർത്തന മേഖലയിൽ നല്ല രീതിയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെല്ലാം എവിടെ അറിയാൻ പറ്റും? നമ്മൾ ഷെയർ മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഓരോരുത്തരും ആ ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ ഷെയർസ് വാങ്ങുന്നവരെല്ലാവരും ആ കമ്പനിയുടെ പ്രോഗ്രസിനെ വാച്ച് ചെയ്തിരിക്കുന്നവരായിരിക്കും, അല്ലെ? അപ്പൊ അത്തരത്തിൽ വാച്ച് ചെയ്തിരിക്കുന്നവർക്ക് അവർ കമ്പനി ഓരോ പ്രോഗ്രസ് സ്റ്റേജിൽ മുന്നോട്ട് പോകുമ്പോൾ അത് ഷെയർ മാർക്കറ്റിൽ മൊത്തത്തിൽ റിഫ്ലക്റ്റ് ആകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 100 രൂപയ്ക്ക് ഞാനൊരു കമ്പനിയുടെ ഷെയർ വാങ്ങുകയാണ്, എല്ലാ ആസ്പെക്റ്റും പഠിച്ചു. ആ കമ്പനിയുടെ ഷെയറിന്റെ ഓഫർ പ്രൈസ് 100 രൂപ ആയിരുന്നു. അത് ഇനീഷ്യലി ഓഫർ ചെയ്തത് 100 രൂപയ്ക്ക്, ഞാൻ ആ 100 രൂപയ്ക്ക് തന്നെ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ടെന്ന് വെച്ചുള്ളൂ. എൻ്റെ കാഴ്ചപ്പാട് എന്താണ്? വരുന്ന 1 കൊല്ലമോ 2 കൊല്ലമോ 3 കൊല്ലത്തിനുള്ളിൽ ഈ കമ്പനി ഇപ്പൊ സമാഹരിച്ച തുക കൊണ്ട് അവർ വീണ്ടും മേലും അതിനെ അവരുടെ പ്രവർത്തന മേഖല വർദ്ധിപ്പിച്ച് ലാഭം ഉണ്ടാക്കുമ്പോൾ നാച്ചുറലി കമ്പനി വളരുമ്പോൾ ഷെയറും വളരണമല്ലോ. കാരണം ഓണർഷിപ്പ് ഇവിടെ ഇരിക്കുകയല്ലേ, ഓണർഷിപ്പിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. സോ കമ്പനിയുടെ വളർച്ച സ്വാഭാവികമായിട്ടും ആ ഒരു ഷെയറിലും റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായ ഒരു വളർച്ചയുണ്ടാവും. അതിനോടൊപ്പം തന്നെ ഷെയർ മാർക്കറ്റിനകത്ത് കമ്പനി വളരുന്നു എന്ന് കാണുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഷെയർ വാങ്ങാൻ വീണ്ടും മേലും ഡിമാൻഡ് കൂടുമ്പോൾ ഞാൻ 100 രൂപ കമ്പനിയുടെ വളർച്ച പ്രകാരം 100 രൂപയ്ക്ക് വാങ്ങിച്ച് 110 എത്തിയെന്ന് വെച്ചോളൂ. മൂല്യം അടിസ്ഥാനത്തിൽ 110 രൂപയിലേക്ക് എത്തി ഒരു 6 മാസത്തിനുള്ളിൽ. പക്ഷെ 110 രൂപ 100 രൂപയിൽ നിന്ന് 110ലേക്ക് കമ്പനിയുടെ മൂല്യം വർദ്ധിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ എന്താ സംഭവിക്കും? ഷെയർ മാർക്കറ്റില് അതിന് ഇനി മേലും ഡിമാൻഡ് കൂടും. സോ ഡിമാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഷെയർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ആ ഒരു കമ്പനിയുടെ ഷെയർ പിന്നെ നമുക്ക് വാങ്ങാൻ അവിടെ നിന്നേ സാധിക്കത്തുള്ളൂ. അവിടെ നിന്ന് വാങ്ങുമ്പോൾ കയ്യിലിരിക്കുന്നവൻ നല്ല വില കൂടിക്കൊണ്ടേയിരിക്കുന്ന സാധനം എൻ്റെ കയ്യിലിരുന്നാൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലഭ്യത എന്ത് സംഭവിക്കും? അപ്പോൾ ഷെയർ മാർക്കറ്റിനുള്ളിൽ ആ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ലഭ്യത കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു, പക്ഷെ സപ്ലൈ കുറയുമ്പോൾ പ്രൈസ്, ഈ കമ്പനിയുടെ മൂല്യം 10 രൂപ കൂടിയാൽ ഷെയറിന്റെ വില ചിലപ്പോ 150 160 ഒക്കെ പോകും. അതെങ്ങനെയാണ്?
അതും നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മിനിമം ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് ചുരുക്കി ഞാൻ പറയാം. ഷെയർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഷെയർ മാർക്കറ്റിൽ ആരുണ്ടാവും? ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ റിക്വയർമെന്റിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ഓണർഷിപ്പിനെ സ്പ്ലിറ്റ് ചെയ്ത് ഷെയർസ് ആയിട്ട് ചെറിയ 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 വിഹിതങ്ങളായിട്ട് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. നമുക്കറിയാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം NSE ആൻഡ് BSE. അപ്പോൾ 2 തരം സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ ഓൺലൈനായി ഇപ്പോൾ പ്രാബല്യത്തിലുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? സ്റ്റോക്സിനെ ലിസ്റ്റ് ചെയ്യുന്നു. അവരിലൂടെ ആദ്യം സ്റ്റോക്ക് പബ്ലിക്കിലേക്ക് എത്തിക്കുന്നു. പബ്ലിക് ആ സ്റ്റോക്ക് വാങ്ങുന്നു. പബ്ലിക് ആ സ്റ്റോക്ക് വാങ്ങിയതിനു ശേഷം വില കൂടുന്നതനുസരിച്ചിട്ടോ വിൽക്കാനും വാങ്ങാനും അവർക്ക് ഈ ഷെയർസിനെ പിന്നെ ട്രാൻസാക്ഷൻ നടത്താനുള്ള ഒരു പ്ലാറ്റ്ഫോം ആരുണ്ടാക്കി കൊടുക്കുന്നു? സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടാക്കി കൊടുത്തു. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും അതിനെ വാങ്ങാനും വിൽക്കാനും അതിന്റെ മിഡിൽമാൻ ആയിട്ട് പ്രവർത്തിക്കുന്ന ആരാണ്? സ്റ്റോക്ക് ബ്രോക്കേഴ്സ് പ്രവർത്തിക്കുന്നു. അപ്പൊ സ്റ്റോക്ക് ബ്രോക്കേഴ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു? അവർ നമുക്ക് തന്നിരിക്കുന്ന പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നിശ്ചിത സ്റ്റോക്സ്, ഇപ്പോൾ NSE സംബന്ധിച്ചിടത്തോളം BSE സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഓവറോൾ ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് 6000-7000 പരം സ്റ്റോക്കുകൾ ഇപ്പൊ തന്നെ, സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനീസിന്റെ സ്റ്റോക്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോന്നും അതിനെ സ്റ്റോക്കിനെ ഷെയർ മാർക്കറ്റിലൂടെ അത് ഷെയർസ് ആയിട്ട് നമ്മൾക്ക് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാനുള്ള ഒരു വേദി ഒരുക്കി തരുന്നു. സോ ഇതാണ് ഒരു ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ ഇനി ആരുണ്ട്? ഇതൊക്കെ കൃത്യമായ രീതിയിൽ നടക്കുന്നുണ്ടോ? ഇതിനകത്ത് വല്ല കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നടക്കുന്ന എന്തെങ്കിലും മാൽ പ്രാക്ടീസസിനെയൊക്കെ തടയാനൊക്കെ റെഗുലേറ്റഡ് ആയിട്ട് നമ്മുടെ SEBI, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ ഓട്ടോണോമസ് ബോഡി ഉണ്ട്. SEBI നമ്മുടെ ഷെയർ മാർക്കറ്റ് റെഗുലേറ്റർ ബോഡിയായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ അങ്ങനെ നിയന്ത്രിതമായിട്ടുള്ള വളരെ ചിട്ടയോടുകൂടി എന്താ പറയുക, ഒരു ബിസിനസ് സംരംഭം പോലെ തന്നെ ഒരു വ്യക്തിക്ക് വീട്ടിലിരുന്നിട്ട്, കാരണം നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഇനിയൊരു ബിസിനസിന്റെ ഓണർഷിപ്പ് വാങ്ങുന്നു. പല ബിസിനസിന്റെയും ഓണർഷിപ്പിൽ നിങ്ങൾ പങ്കാളികളാകുന്നു. തിരിച്ച് നിങ്ങൾ അതേമാതിരി അതിന്റെ വില കൂടുകയോ കുറയുകയോ ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് അതിനെ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും. ഇതാണ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാൻ നിങ്ങൾ ഓരോ വീഡിയോസും മിസ് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ രേഖപ്പെടുത്താം. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കുക. നമുക്ക് 1 by 1 ആയിട്ട് തന്നെ നമുക്ക് ഓരോരോ ചാപ്റ്റർ വൈസ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബിഗിനിങ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ.